ഇലാഹി ഇന്ന ഖൽബി ഗൈറു സാഹി അലൽ ഹാലാതി മിൻ സുക്രിൽ ജുനാഹി ظننت الشيب يصلحني فهذا مشيبي أين آثار الصلاح إلهي الله إن قلبي غير صاحي എൻ്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ റബ്ബേ, എൻ്റെ ഹൃദയം ഉണർന്നിട്ടില്ല. നമ്മളൊക്കെ ഉറക്കത്തിലാണ്. ഉണർന്ന ആൾക്കാരുണ്ടാവട്ടോ, അധികപൂർവ്വം ആളുകൾ ഉറക്കത്തിലാണ്, കാര്യമറിഞ്ഞിട്ടില്ല. ഏതോ ഒരു ലോകത്തിങ്ങനെ മാസ്മരിക ലോകത്തിങ്ങനെ വിരാജിക്കുകയാണ്. മരണത്തിൻ്റെ ദൂതുമായ അസ്റായീൽ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വരുമെന്ന് എന്ന തോന്നലോ ഒരു പ്രതീക്ഷ പോലും മനസ്സിലില്ലാതെയുള്ളൊരു ജീവിതം. പേടിക്കണ പോലുമില്ല. നമ്മളൊന്നും മരിക്കൂല, നാട്ടുകാർ മാത്രമേ മരിക്കുള്ളൂ, നമ്മളിൽ പെട്ടതല്ല എന്നാ വിചാരം. ഇലാഹി ഇന്ന ഖൽബി ഗൈറു സാഹി, പടച്ചവനെ എൻ്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ. അലൽ ഹാലാതി മിൻ സുക്രിൽ ജുനാഹി, അനന്തതയിലേക്ക് കണ്ണു നട്ട് കിടക്കുകയാണ്. ഒരുപാട് നേടണം, ഒരുപാട് ഉണ്ടാക്കണം എന്ന ചിന്തയിൽ മനസ്സുകൊണ്ടിങ്ങനെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. മരണം അടുത്തുണ്ട് എന്ന തോന്നലില്ലല്ലോ റബ്ബേ, എനിക്ക് ബോധം വന്നില്ലല്ലോ. ظننت الشيب يصلحني فهذا مشيبي أين آثار الصلاح. നരബാധിക്കുമ്പോൾ നന്നാകുമെന്നാണ് വിചാരിച്ചത്, നര വന്നാൽ നന്നാകുമെന്നാണ് വിചാരിച്ചത്. ഫഹാദാ മശീബി, പടച്ചവനെ നരബാധിച്ചിരിക്കുന്നു, പക്ഷേ ഐന ആഥാറുസ്സലാഹി, നന്മയുടെ അടയാളമൊന്നും ഇപ്പോഴും കാണുന്നില്ലല്ലോ. മുഴുവൻ സമയം യൂട്യൂബ് എടുത്തിട്ട് സിനിമയും കണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണിൽ. വയസ്സായിട്ടുണ്ട്, 40 കഴിഞ്ഞ് 50 കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ കോമഡി കണ്ടിരിക്കല പരിപാടി. അൺലിമിറ്റഡ് ഡാറ്റയാണ് മൊബൈൽ ഫോണിൽ. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ കഥ കണ്ട് സിനിമ കണ്ട് കോമഡി കണ്ട് ഇരിക്കുന്ന നേരത്തെങ്ങാനും മലക്കുൽ മൗത്ത് തോണ്ടി വിളിക്കാൻ പോലും നേരല്ല. പോരെ മോനെ എന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ എന്താണ് കയ്യിലുണ്ടാവുക? ഇതും പിടിച്ചിട്ടാകാരം പോവുക. ഒരു മനുഷ്യൻ യുബഅസു അലാ മാ മാത അലൈഹി, നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് പുനർജന്മം നൽകപ്പെടുന്നത്. കള്ളുകുടിച്ച ആളുകൾ കള്ളുകുടിയന്മാരായി മത്ത് പിടിച്ചിട്ടാണ് പരലോകത്തേക്ക് വരികയെന്ന് നബി തങ്ങളുടെ ഹദീസിന്റെ അർത്ഥമാണ്. മോശപ്പെട്ടത് കാണുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി നിൽക്കുന്നിടത്ത് ഓരോരുത്തരുടെ കൈകളിൽ നിന്ന് ഡിവൈസുകളുടെ പാട്ടും കൂത്താട്ടവും കേട്ടു തുടങ്ങും. നോക്കുമ്പോൾ മരിച്ചു കിടന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെയ്ത പണികളാണത്. എങ്ങനെയാണോ മരണപ്പെട്ടത് അങ്ങനെയാണ് അവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. സ്വാലിഹീങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് മാറി നിന്നോളൂ. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, തെറ്റ് ചെയ്ത ആളുകളെ, തിന്മയെ സ്നേഹിച്ചവരെ, പിശാചിന്റെ പിന്നാലെ നടന്നവരെ, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, തിന്മ ചെയ്ത ആളുകളെ, കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കണേ എന്ന് അള്ളാഹു പറയുന്നൊരു ദിവസമുണ്ട്. പടച്ച തമ്പുരാനിലേക്ക് മടങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി ഞങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അരിനി ദുനിയാ കമാ റൈതഹാ അസ്സാലിഹീന മിൻ ഇബാദിക്. അല്ലാഹുവേ, നിന്റെ സജ്ജനങ്ങൾക്ക് നീ ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് നീ കാണിച്ചു തരയണമേ. സ്വാലിഹീങ്ങൾ എങ്ങനെയാണോ ദുന്യാവിനെ വീക്ഷിച്ചത്, അവരെത്രയാണോ ദുന്യാവിന് വില കൊടുത്തത്, അത്രേ റബ്ബേ ദുന്യാവിന് വില നൽകാൻ പാടുള്ളൂ. നമ്മുടെ വാഹനമാവട്ടെ, നമ്മുടെ വീടുകളാവട്ടെ, നമ്മുടെ മൊബൈൽ ഫോണുകളാവട്ടെ, നമ്മുടെ വാച്ചാവട്ടെ, നമ്മുടെ ചെരുപ്പാവട്ടെ, വസ്ത്രമാവട്ടെ, പാൻസാവട്ടെ, നമ്മൾ ധരിക്കുന്നത് എന്തോ ആകട്ടെ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ ഏർപ്പാടുകൾ, നമ്മുടെ സ്ഥാനമാനങ്ങൾ എന്തായിരുന്നാലും ആഖിറത്തിലേക്ക് നോക്കിയാൽ ഇത് നിസ്സാരമാണ് എന്ന് കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ കഴിയുന്നത് സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണ്. സ്വാലിഹീങ്ങൾ അങ്ങനെയാകാണ്. അതിന് ഉദാഹരണം നമ്മൾ അബുദാബി ക്ലാസ് പറഞ്ഞിരുന്നു. മുനീർച്ച ഇവിടെ ഇരിക്കേണ്ട, നമ്മൾ അങ്ങാട് മുനീർച്ച ഹജ്ജിന് പോകാൻ വേണ്ടി വന്ന, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇന്നലെ മിഞ്ഞാന്നല്ലേ യാത്രയപ്പ് നൽകിയത് മുനീർച്ച? ഇന്നലെ മിഞ്ഞാന്ന് വ്യാഴാഴ്ച അബുദാബിയിൽ നിന്ന് യാത്രയപ്പൊക്കെ മാഷാ അള്ളാഹ് നമ്മുടെ ഹാജിമാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇന്ന് ദുബൈ എയർപോർട്ടിലുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് കണ്ടു. മാഷാ അള്ളാഹ് നമ്മുടെ ഉസ്താദിൻ്റെ കൂടെ, അഹ്സനി ഉസ്താദിൻ്റെ കൂടെ
ഒരുപാട് ഹാജിമാരെന്ന് ഫ്ലൈറ്റിൽ പോയി ദുബൈയിൽ നിന്ന്. അള്ളാഹു അവരുടെയൊക്കെ ഹജ്ജ്, അവരുടെ യാത്ര അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ, കബൂലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊരു ഉദാഹരണം പറഞ്ഞിരുന്നു അവിടുത്തെ അബുദാബിയിലെ ക്ലാസ്സിൽ, കാറിൻ്റെ കഥ പറഞ്ഞതാണ്. ദുന്യാവിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്ന. ഒരു പഴയ കാർ, ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും വാഹനങ്ങളില്ലാത്ത വീടില്ല അല്ലേ? അപ്പോൾ പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പണ്ടൊക്കെ ഒരു കാറായാൽ മതിയായിരുന്നു, 4 ടയറുണ്ടായ കാറിൽ വന്നു എന്നാണ് പറയുക. ഇന്നതല്ല, ഏത് കാറെന്ന് ചോദ്യം വരും, പിന്നെ ഏത് മോഡൽ എന്ന് ചോദ്യം വരും. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, കാറിൽ വന്നു എന്നേ പറയുള്ളൂ. ഉമ്മ ഒരു കാറിലാണ് ഞങ്ങൾ പോയത്, ആ ചെറിയ മുട്ടക്കാറിലാണ് പോയിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ ഒരു സന്തോഷം എത്രയായിരുന്നു അല്ലേ? എത്ര ദൂരം വരെ ഇവിടുന്ന് ഏർവാടിക്ക് അങ്ങോട്ട് പോവുക തന്നെ, മാരുതി 800-ലൊക്കെ യാത്ര പോവുക. അപ്പോൾ ആരെങ്കിലും പോരുമോ? കാഞ്ഞങ്ങാട്ടേക്ക് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ കയറില്ല എന്നാണ് പറയാം അങ്ങനത്തെ കാറിൽ. അന്നൊക്കെ എന്ത് സന്തോഷമായിരുന്നു അല്ലേ? അന്ന് വലുതായിരുന്നു. പിന്നെ പുതിയ പുതിയ മോഡൽ ഇങ്ങനെ ഇറങ്ങല്ലേ. ഉദാഹരണം പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു 2095 മോഡലോ 2000 മോഡലോ കാറുണ്ടെന്ന് വിചാരിക്കും. 23 കൊല്ലത്തെ പഴക്കമുണ്ടാവും ഇപ്പോൾ അല്ലേ? ആ കാറിങ്ങനെ നിൽക്കുമ്പോഴാണ് അളിയന് വന്നിട്ട്, അല്ലെങ്കിൽ ബഹ്റൈനിൽ നമ്മൾ അബ്ദുള്ള സാഹിബോടെ ഉണ്ട്, ബഹ്റൈനിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി വന്നത്, ഉസ്താദിന് ഭക്ഷണം കൊടുക്കാനെന്ന് പറഞ്ഞ്. അള്ളാഹു സ്വീകരിക്കട്ടെ, പടച്ചവനെ അള്ളാഹു കബൂലാക്കട്ടെ. ഞങ്ങളെങ്ങാനും ഭക്ഷണത്തിന് എത്തിയിട്ടില്ലെങ്കിൽ ഒരു കരാട്ട കാണുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. അൽഹംദുലില്ലാ, ഭയങ്കര ക്ഷമയാണ്. നല്ല സ്നേഹത്തോടുകൂടെ സ്വീകരിച്ച വീട്ടുകാരും അവിടുത്തെ അവരുടെ ജ്യേഷ്ഠനുജന്മാരും ഉപ്പയും മക്കളൊക്കെ ഭയങ്കരമായ സ്നേഹവും നല്ല ഭക്ഷണവും. അള്ളാഹു അവർക്കൊക്കെ ഹൈറായി പ്രതിഫലം നൽകട്ടെ. കരാട്ടാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ പേടിച്ചിരുന്നുണ്ട്, സത്യം വരാത്തിലൊക്കെ. അപ്പോൾ അൽഹംദുലില്ലാ, ഷാഫി ഭയങ്കര പേടിച്ചിരുന്നു, നേരെ വൈകി അടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ പറഞ്ഞു കരാട്ടക്കാർ ഭയങ്കര ക്ഷമയായിരിക്കും എന്ന് പറഞ്ഞു. ഭയങ്കര ലാസ്റ്റ് ക്ഷമ കെട്ടാൻ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, അത് വേറെ വിഷയം. ലാസ്റ്റ് എൻഡ് വരെ അവർ ക്ഷമിക്കും. അത് ശരിക്കൊരു സെൽഫ് ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന സാധനമാണ് അല്ലേ? നമ്മൾ വിചാരിക്കും ഒരു അടി കുത്തും പഠിക്കണമെന്നാണ്, അതല്ലത്. ശരിക്ക് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന സംഗതിയാണത്. മാഷാ അല്ലാ. ഏതായിരുന്നാലും ഒരു ഓഫർ ചെയ്തു നമ്മൾ അബ്ദുള്ള സാഹിബ് അവരുടെ കുടുംബക്കാരനോട് പറയാം, നിങ്ങളുടെ പഴയ 2000 മോഡൽ 99 മോഡൽ കാറൊക്കെ നീ വിടും, ഞാൻ പുതിയ 2023 വാഹനം നിങ്ങൾ കൊണ്ടുവരികയാണ്. ഒരു ബ്രസ്സ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വാഹനം, ഒരു ഗ്രാൻഡ് വിറ്റാറ, എന്നൊരു വണ്ടി ഇറങ്ങിയത് കണ്ടു, നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്തുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതാ ഒരു പുതിയ വാഹനം, ഒരു പുതിയ മോഡൽ ഇന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ പഴയ വണ്ടി ശരിക്കും തോത്തി തുടച്ച് കൊണ്ടുവരുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് അത് കൊണ്ടേ കൊടുക്കണത്. പുതിയത് കൊണ്ടുപോയി കൊടുത്താൽ മക്കളും ഭാര്യയും പിന്നെ പഴയതിൽ പോവുമോ? കയറൂല. അപ്പം നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങളിതിൽ വരാമെന്ന് പറയും. അപ്പോൾ പിന്നെ ഈ പുതിയ വാഹനത്തോടായി പിന്നെ അടുപ്പം. അപ്പോൾ അത് വൃത്തിയിൽ വെയിൽ കൊള്ളാതെ, പൊടി പിടിക്കാതെ, സ്ക്രാച്ച് ഇല്ലാതെ, അതിനെന്തെങ്കിലും വേദന വന്നാൽ കുട്ടിക്ക് പനി പിടിച്ച പോലെ ആയിരിക്കും. വണ്ടിക്കൊരു സ്ക്രാച്ച് വന്നാൽ അങ്ങനെ കൊണ്ടുനടക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇതൊന്നും ചെയ്യരുതെന്ന് പറയാൻ അത്ര മനസ്സിലേക്ക് കൊടുക്കരുത്. നിങ്ങൾക്കൊരു പുതിയ വാഹനം കിട്ടിയാൽ ആ പഴയ വാഹനം പിന്നെ കാർ പോർച്ചിൽ പൊടി പിടിച്ച് കിടക്കും അല്ലേ? പിന്നെ എന്നും തുടച്ചുകൊണ്ടിരുന്ന ആ വണ്ടി, പഴയ വണ്ടി പിന്നെ നിങ്ങൾ എടുക്കാതെയാവും. പിന്നെ അത് മാസത്തിലൊരിക്കൽ കഴുകാൻ തുടങ്ങും, പിന്നെ അതും വിടും. 2 മാസം കഴിയുമ്പോൾ ആ പൊടി പിടിച്ച്. അപ്പോൾ ആരോ പറയും, എന്തിനാ അത് വെച്ചുകൊണ്ടിരിക്കുന്നത്, കൊടുത്ത് ഒഴിവാക്കിക്കൂടെ, എന്തെങ്കിലും കിട്ടണതായില്ലേ എന്ന് പറഞ്ഞ് ആ പഴയ വാഹനം നിങ്ങൾ ഒരു മൈൻഡില്ലാതെ വിടും. കിട്ടിയ പൈസ നിങ്ങൾ കൊടുക്കും അല്ലേ? അത് കൊടുത്തത് എപ്പോഴാണെന്നറിയോ? പുതിയത് കയ്യിൽ കിട്ടിയപ്പോൾ. ഈ പഴയ വാഹനത്തോട് നിങ്ങൾക്കുണ്ടായ മനസ്സിലെ ബന്ധം എത്രയാണോ, പുതിയത് കിട്ടിയപ്പം പഴയതിനോടുള്ള ബന്ധം, ആ ബന്ധമാണ് ദുന്യാവും പൈസയുമായി നമുക്കുണ്ടാവേണ്ടത്. ദുന്യാവും നമ്മുടെ ബിസിനസ്സും, നമ്മുടെ ആരോഗ്യം, നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുപാട്, അതിനെ വല്ലാണ്ട് കൽബിലേക്ക് കൊണ്ട് നടക്കരുത്. സാരല്ല, പൊടി പിടിച്ചോട്ടെ, കുഴപ്പമില്ല എന്ന് പറയില്ല എന്ന പോലത്തെ ഒരു വിലയെ കൽബിലേക്ക് കൊടുക്കേണ്ടത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് സ്നേഹം കൊടുക്കേണ്ടത്. പ്രേമവും അനുരാഗവും അള്ളാഹുവിനും അവൻ്റെ റസൂലിനും കൊടുക്കാൻ കഴിഞ്ഞാൽ എൻ്റെ വിദ്യാർത്ഥിനികളെ, ജീവിതം എന്തൊരു മനോഹരമായിരിക്കുമെന്നോ. അല്ലാത്ത ബന്ധങ്ങളൊക്കെ ഹറാമിലേക്ക് എത്തുന്ന ബന്ധങ്ങളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ, നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അവിടച്ചവനെ, അരിനി ദുന്യാ, ദുന്യാവിനെ എൻ്റെ കണ്ണിൽ കാണിക്കണേ, കമാ അറൈതഹാ അസ്വാലിഹീന മിൻ ഇബാദിക്, നിന്റെ അടിമകളിലെ സ്വാലിഹീങ്ങൾക്ക് നീ കാണിച്ചു കൊടുക്കുന്ന പോലെ. സജ്ജനങ്ങൾ, ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ദുന്യാവിലെ സൗകര്യങ്ങളൊക്കെ ഒരു മനസ്സിലേക്ക് വല്ലാണ്ട് കൊടുക്കും. നിങ്ങൾ വീട് വെച്ചോളൂ, നിങ്ങൾ നല്ല വാഹനം വാങ്ങിച്ചോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിന് വലിയ വില കൊടുക്കരുത്, കൽബിലേക്ക് അത് കയറ്റി വെക്കരുത്. അവിടെ പോർച്ചിരുന്നുകൊണ്ട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്നല്ലാതെ വാഹനം കുടുംബത്തെക്കാളും
വാഹനത്തും ഒരാൾ കൈവച്ച അടിക്കണ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. എൻ്റെ വണ്ടിമ്മ കൈവെക്കുകയാണ്, വെറുതെ ചാരി ഇന്നപ്പം കൈവച്ചായിരിക്കും. ഒരു അടിപിടി കൂടിയ കണ്ടില്ലേ, ഒരു ചെറുപ്പക്കാരെ ഏതോ തലശ്ശേരിയിൽ ചെറുപ്പുറത്ത് കാലിങ്ങനെ വെച്ചതാ, വണ്ടിമ്മ ചാരി നിന്നതാ. ഉടമ വന്നിട്ട് തല്ലി ആ ഏതോ സ്റ്റേറ്റുകാരന്. വലിയ പ്രശ്നമായിരുന്നു, ചർച്ചയായിരുന്നു. എന്തേ? അവൻ്റെ വണ്ടിമ്മ ചവിട്ടി. അത് ചളി തുടച്ചാൽ പോകുന്ന സാധനമല്ലേ. പക്ഷേ കൽബിലേക്കുള്ള ദുന്യാവ് കയറിയാൽ പിന്നെ അത് പ്രശ്നമായി മാറും. പിന്നെ അള്ളാഹു ആ പ്രശ്നം കൊണ്ടായിരിക്കും നിങ്ങളെ പരീക്ഷിക്കുക. അത് അള്ളാഹുവിൻ്റെ രീതിയാണ്. നിങ്ങൾ ഏതിനേക്കാണോ കൽബ് കൊടുത്തത് അവിടെ അള്ളാഹു പ്രശ്നം തരും. നിങ്ങളുടെ കുഞ്ഞിനെ ഭയങ്കരമായ സ്നേഹം, പിടുത്തം വിട്ട സ്നേഹമാണെങ്കിൽ ആ കുട്ടിയിലൊരു പരീക്ഷണം നിങ്ങൾക്ക് കാണേണ്ടി വരും. പാകത്തിന് മദീന. വീട് ഭയങ്കര അപ്പോഴേക്ക് തെങ്ങ് മറിഞ്ഞു വീണ പൊളിയ. വാഹനം ഭയങ്കര സ്നേഹമാണ്. ആ പൊരുത്തം വന്ന് ഇടിക്കും. അല്ല KSRTC കൊളുത്തി വലിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? 500 പേര് വേണമെങ്കിൽ പോയിക്കോ, കേസ് കൊടുത്തോന്ന് പറയും. എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കരമായ സ്നേഹം കൽബ് കൊടുക്കണ്ട, പാകത്തിന് മതി, പാകത്തിന് മതി. ദുന്യാവിന് അങ്ങനെ എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ അങ്ങനെ ഒരു ബന്ധം കൊടുത്താൽ ഇവിടെ നിന്ന് മരിച്ചു പോകാൻ വലിയ പേടിയായിരിക്കും. നമുക്കൊരു യാത്ര നിർബന്ധമാണ്. ഇത് വെറുതെ ഓപ്ഷണൽ യാത്രയല്ലല്ലോ. ആഖിറത്തിലേക്കുള്ള യാത്ര നിർബന്ധമായും നമ്മൾ ചെയ്തേ പറ്റും. ഹജ്ജ് ഇവരൊക്കെ വേണമെങ്കിൽ ചെയ്തില്ല എന്ന് വെക്കാം, അല്ലേ? ഗൾഫിക്ക് പോണ്ടേ ഒരുത്തൻ്റെ തീരുമാനമാണ്. വേണമെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം, കുഴപ്പമില്ല. മരണം അങ്ങനെയാണോ? പോയല്ലേ പറ്റൂ. ആ യാത്രക്ക് നമ്മൾ ഒരുങ്ങിയേ പറ്റൂ. അതൊരുങ്ങാതിരുന്നാൽ പ്രശ്നം വരും. അതുകൊണ്ട് സ്വാലിഹീങ്ങൾ സ്നേഹം കൊടുത്തത് അള്ളാഹുവിനാണ്, അവൻ്റെ റസൂലിനാണ്. ബിലാൽ തങ്ങൾ മരിക്കാൻ പോകുമ്പോൾ പറഞ്ഞ വാക്കാണത്. ഭാര്യ കരഞ്ഞപ്പോൾ, നീ എന്തിനായി കരയുന്നത്? ഞാൻ സന്തോഷിക്കുകയാണ്. ഞാൻ ഈ മരിച്ചു പോകുന്നത് ഞാൻ എൻ്റെ സ്നേഹനിധികളായ നബിയെ, എൻ്റെ സ്നേഹനിധികളായ സ്വഹാബിമാരെ അവരെ കാണാനാണ് നാളെ പോകുന്നത്. ഇന്ന് രാത്രി ഞാൻ മരിച്ചു, അല്ലെങ്കിൽ നാളെ പകലിൽ മരിച്ചു. എൻ്റെ ഈ മരണം നല്ല സജ്ജനങ്ങളെ കാണാനുള്ള യാത്രയാണ്. ഞാൻ സന്തോഷത്തിലാണ്. പിന്നെ എന്തിനാ നീ കരയുന്നത്? ആ ഒരു കാഴ്ച കിട്ടണമെങ്കിൽ, ആ ഒരു ബോധം വേണമെങ്കിൽ ദുന്യാവിനോട്, ഭൗതികതയോടുള്ള നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ ചില അതിരുകൾ വെക്കണം എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഭർത്താവിനെ ഭയങ്കര സ്നേഹമാണ്, പിടുത്തം വിട്ട സ്നേഹമാണ്. എന്തെങ്കിലും പരീക്ഷണം അവിടെ വരും. ഭാര്യയെ ഭയങ്കരമായ സ്നേഹമാണ്, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ഭയങ്കര സ്നേഹമാണ്. പരീക്ഷണങ്ങൾ വരും. എവിടെയാണോ നമ്മൾ കൂടുതൽ സ്നേഹം ഇറക്കി വെക്കുന്നത്, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പിറകിൽ നിർത്തി എവിടെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്, ആ ഭാഗത്ത് നിന്ന് പ്രശ്നം വരും. അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. പടച്ചതമ്പുരാൻ അതുകൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അല്ലാഹുമ്മ അരിനി ദുനിയാ കമാ അറൈതഹ സ്വാലിഹീന മിൻ ഇബാദിക്, പുണ്യ നബി ദുആ ചെയ്യുന്ന ദുആയാണത്. അല്ലാഹുവേ, സ്വാലിഹീങ്ങൾക്ക് നീ എങ്ങനെയാണോ ഈ ലോകത്തെ കാണിച്ചു കൊടുക്കുന്നത്, അവരുടെ വീക്ഷണ രീതികൾ എന്തൊക്കെയാണോ അതുപോലെ ലോകത്തെ കാണാൻ എന്നെ സഹായിക്കണമേ. തങ്ങൾ അങ്ങനെ ദുനിയാവിനെ കണ്ടിട്ടുള്ളൂ, തങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. സ്വല്ലല്ലാഹു, നമുക്ക് വേണ്ടിയല്ലേ തങ്ങൾ ഈ പറയുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅലബ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട്, നബിയേ ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാലാ, എനിക്ക് പൈസ തരാൻ അല്ലാഹുവിനോട് ദുആ ഇരക്ക് നബിയേ, അല്ലാഹുവിനോട് ദുആ ഇരക്കിൻ. ഒരു സ്വഹാബി വന്ന് പറഞ്ഞ ചരിത്രമുണ്ട്, ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാലാ. അപ്പോൾ പറഞ്ഞു നബി തങ്ങൾ, സഅലബ ഖലീലുൻ തഷ്കുറുഹു അലൈഹി ഖൈറും മിൻ കസീരിൻ ലാ തഷ്കുറു. കുറച്ച് പൈസ കയ്യിലുണ്ടായി അതിന് അല്ലാഹുവിനോട് നന്ദി ചെയ്യുന്നതിനേക്കാൾ, അതാണ് ആ പൈസക്ക് നന്ദി ചെയ്യലാണ് നല്ലത്. കുറേ കാശുണ്ടായിട്ട് അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയാതിരിക്കുന്നതിനേക്കാളും. കുറേ സമ്പത്തുണ്ട്, അതിനൊന്നും ശുക്ർ ചെയ്യാൻ കഴിയില്ല. കുറച്ചേ ഉള്ളൂ, ഉള്ളതിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു ചെറിയ ഭക്ഷണം വീട്ടിൽ വന്നാൽ സ്വാദോടുകൂടെ കഴിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹ് അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ കഴിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓരോ ഉരുളക്കും ഓരോ ബിസ്മി അൽഹംദുലില്ലാഹ് ചൊല്ലേണ്ടി വരും. അങ്ങനത്തെ വിഭവങ്ങളല്ലേ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെയാണോ? അന്നൊരു ഉണക്കറൊട്ടിയും ഉപ്പിൻ്റെ കല്ലുണ്ടാവും, അല്ലെങ്കിൽ ജെയ്ത്തിൻ്റെ എണ്ണ ഉണ്ടാവും, ഒലീവിൻ്റെ ജെയ്ത്തൂനിൻ്റെ എണ്ണ, കഴിഞ്ഞു. അന്നത്തെ വലിയ വിഭവം അതാണ്, പച്ചവെള്ളവും. ഇന്ന് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ തീന്മേശയിലേക്ക് വരുന്നത്. ഓരോ ഉരുളക്കും ഓരോന്നിനും വിസ്മി ചൊല്ലേണ്ടി വരും. ചൊല്ലണം നിർബന്ധമായിട്ടല്ല ഞാൻ പറയുന്നത്, ശുക്റായിട്ട് മിനിമം നമുക്ക് ചൊല്ലണമെന്ന് തോന്നിപ്പോവാൻ. അള്ളാഹു ഇതൊക്കെ അനുഗ്രഹങ്ങളല്ലേ പടച്ചവനെ. അതുകൊണ്ട് തഅലബ, സമ്പത്ത് വേണോ? കുറച്ച് അതിന് നന്ദി ചെയ്ത് ജീവിക്കലല്ലേ. കുറേ അള്ളാഹ് തരുമ്പോഴേ പടച്ചവനെ വേണ്ടാന്ന് വരും.
അള്ളാഹുവിനെ മറന്നുപോകും, ദീന് വേണ്ടാന്ന് തോന്നും, നിസ്കാരത്തിന് വരാതെയാകും, ദീനിന് വേണ്ടി ചോദിച്ചാൽ കൊടുക്കാതെയാകും. വേണോ? വേണം നബിയെ, എനിക്ക് പൈസ വേണം. തങ്ങൾ പറഞ്ഞു, സഅലബ വേണോ? ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇക്കാണുന്ന പർവ്വതങ്ങളെ സ്വർണമാക്കി മാറ്റിത്തരാൻ അല്ലാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാനത് വേണ്ടെന്ന് വെച്ചതാണ്. നബിയെ, എനിക്ക് പൈസ വേണം. നബി തങ്ങൾ പറഞ്ഞു വീണ്ടും, സഅലബ കുറച്ച് കയ്യിലുണ്ടായി അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യലാണ്. ഒരുപാട് കയ്യിൽ വന്നിട്ട് അതിന് നന്ദി ചെയ്യാൻ കഴിയാതെ പോകുന്നതിനേക്കാളും നല്ലത് ഉള്ളതിന് നന്ദി ചെയ്ത് ജീവിക്കലല്ലയോ സഅലബ. അദ്ദേഹം അപ്പോഴും പറഞ്ഞു, നബിയെ, എനിക്ക് പൈസ വേണം. അല്ലാഹുവിൻ്റെ ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുമ്മർസുഖ്ഹു മാലാ, പടച്ചവനെ സഅലബക്ക് പൈസ കൊടുക്കണമേ. മഹാന്മാർ പറയാം, ആടിൻകുട്ടികളും ആട്ടിൻപറ്റവും കന്നുകാലികളും ഒട്ടകങ്ങളും പുഴുക്കൾ പെരുകുന്ന പോലെ പെരുകിയതാണ്. മദീനയിൽ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാണ്ടായി. അപ്പോൾ സ്ഥലം മാറിപ്പോയി. അതുവരെ ഓരോ വക്തിനും നിസ്കരിക്കാൻ കഴിയുമായിരുന്ന ഒരാൾ ജുമുഅക്ക് മാത്രം വരുന്ന അവസ്ഥയായി. പിന്നെയും പെരുക. തങ്ങളുടെ ദുആയല്ലേ, അല്ലാഹുമ്മ ർസുഖ്ഹു മാലാ. മദീനയുടെ ഔട്ട്സ്കേർട്സിലാണ് അവർ താമസിക്കുന്നത്. മദീനയുടെ പുറം സബർബിൽ. അവിടെ മൃഗങ്ങൾ നിറയാണ്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ജുമുഅക്ക് വരാൻ കഴിയാതായി വീട്ടിൽ നിന്നായി നിസ്കാരം. നോക്കണേ, അല്ലാഹുവിൻ്റെ ഹബീബ് യാത്രാ സംഘങ്ങൾ വരുമ്പോൾ ചോദിക്കും, മാ ഫഅല സഅലബ, സഅലബക്ക് എന്തു പറ്റി കാണുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നബിയേ, ശഗലതുഹു അംവാലുഹു, സമ്പത്ത് കൊണ്ട് കുടുങ്ങിപ്പോയതാണ്, ഇവിടേക്ക് വരാൻ പിന്നെ സമയം കിട്ടുന്നില്ല. അങ്ങനെയായിപ്പോയി. ഹബീബായ നബി തങ്ങൾ സക്കാത്ത് പിരിക്കാൻ ആളയച്ചു. ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാളിൽ നിന്നും, ഈ സഅലബ തങ്ങളിൽ നിന്നും സക്കാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. സക്കാത്തിന് വേണ്ടി ആൾ വന്നപ്പോൾ സഅലബ തങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, ബനൂ സലമയിൽ ഒരാളെ കാണാനില്ലേ? അയാളെ കണ്ട് തിരിച്ചു വരിൻ, എന്നിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൽ ലഹും. നബിയെ, അവരുടെ സമ്പത്തിൽ നിന്ന് അങ്ങ് സക്കാത്ത് എടുക്കണം, നിർബന്ധമാണ്. നിങ്ങൾ സക്കാത്ത് സ്വീകരിക്കണം. അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കാനാണത്, അവരെ ശുദ്ധീകരിക്കാനാണത്. വസല്ലി അലൈഹിം, സക്കാത്ത് നൽകുന്ന ആളുകൾക്ക് വേണ്ടി നബിയെ നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കണം. ഇന്ന സ്വലാതക സകനുൽ ലഹും, അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ്. ഖുർആൻ പറഞ്ഞു. പക്ഷേ സഅലബ തങ്ങൾ തിരിച്ചു വന്ന നബി തങ്ങളുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഇത് ഇന്ന ഹാദിഹി ജിസിയ, ഇത് ടാക്സ് അല്ലേ? സക്കാത്ത് ചോദിച്ചതിന് ഇത് ടാക്സ് ആണല്ലോ, ഞാനിത് തരില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ സഅലബ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ നബി തങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ഹബീബായ നബി തങ്ങൾ വിഷമിച്ചിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, സഅലബക്ക് നഷ്ടമാണ്, സഅലബക്ക് നഷ്ടം സംഭവിച്ചു പോയല്ലോ. അവർ വന്നു പറഞ്ഞു, നബിയെ, സഅലബ തരാൻ കൂട്ടാക്കിയില്ല, തങ്ങൾ വഫാത്തായി. പിന്നെ വഫാത്താന് മുമ്പ് വരെ തങ്ങളുടെ അടുത്ത് വീണ്ടും വന്നു അദ്ദേഹം, നബിയെ, ഞാൻ തരാം നബിയെ, എൻ്റെ സമ്പത്ത് എടുത്തോളൂ എന്ന് പറഞ്ഞു. തങ്ങൾ വിഷമിച്ചു എന്ന് ഇവർ അറിഞ്ഞു. പക്ഷേ എന്തോ തങ്ങൾ സ്വീകരിച്ചില്ല. സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു. സമ്പത്ത് വേണ്ട, പൊയ്ക്കോ എന്ന് പറഞ്ഞു. ചോദിച്ചു വാങ്ങിയതാണ്, ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു നബി തങ്ങൾ. ചിലപ്പോൾ അങ്ങനെയാ, സമ്പത്ത് കൊണ്ട് കുടുങ്ങിപ്പോകും. ഖൈറുൻ തഷ്കുറുഹു, കുറച്ചുണ്ട്, അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട്. അതാണ് ഒരുപാടുണ്ടായി ശുക്ർ ചെയ്യാതിരിക്കുന്നതിനേക്കാളൊക്കെ നല്ലത്, എത്രയോ നല്ലത്. ഉള്ളതിന് തൃപ്തി ചെയ്ത് അല്ലാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം സക്കാത്ത് പിരിക്കാൻ വന്നപ്പോൾ സഅലബ കൊണ്ടുകൊടുത്തു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, പുന്നാര നബി സ്വീകരിക്കാത്തത് സഅലബ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഫണ്ട് വേണ്ട എന്ന് പറഞ്ഞു. ഉമർ തങ്ങളുടെ കാലം വന്നു. ഉമർ എന്നവര് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ ഹബീബും സിദ്ദീഖായ അബൂബക്കർ എന്നവരും സ്വീകരിക്കാത്തത് ഉമറിന് സ്വീകരിക്കാൻ പറ്റില്ല, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മഹാനവരുടെ കാലഘട്ടമായപ്പോഴേക്കും ഇദ്ദേഹം മരണപ്പെടുകയാണ്. സക്കാത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. ദുന്യാവ് ലഭിച്ചു കഴിഞ്ഞതിൻ്റെ മേൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ദാരുണമായൊരു അനുഭവമാണ്. ഈ സംഭവത്തിൻ്റെ സുഹത്തും ദുഅഫിലും അലിമീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിൽ വലിയൊരു മഅനയുണ്ട്. ആ മഅന, അല്ലാഹുവേ അരിനി ദുന്യാ കമാ അറൈതഹ സ്വാലിഹീന മിൻ ഇബാദിക്,
പടച്ചവനെ നിന്റെ സജ്ജനങ്ങളായ നല്ല മനുഷ്യർക്ക് ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് ഈ ദുന്യാവിനെ കാണിച്ചു തരയണമേ എന്ന നബിയുടെ പ്രാർത്ഥനയുടെ ഒരു ഉത്സാരമാണിത്. സ്വാലിഹീങ്ങൾ ഇതിനെ കാണുന്നൊരു രീതിയുണ്ട്. എത്ര കാശുള്ള മുതലാളിമാർ ഇതിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 1000 ഒട്ടകപ്പുറത്ത് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്ന ഹോൾസെയിൽ കച്ചവടക്കാരനാ, റീറ്റെയിൽ അല്ല, ഹോൾസെയിൽ കച്ചവടക്കാരനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു. സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന 10 പേരിൽ ഒരാൾ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേര് കേട്ട കച്ചവടക്കാരനാണ്. പക്ഷേ കൊടുക്കുക ചെയ്തത് അല്ലാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി. മനസ്സിലേക്ക് കൊടുത്തിട്ടില്ല, മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ സജ്ജനങ്ങളുടെ മാർഗം സ്വീകരിക്കണമെന്നും സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. അല്ലാഹുവേ സജ്ജനങ്ങളുടെ മാർഗം തരണേ എന്ന് ചോദിക്കുമ്പോൾ പൈസക്ക് വേണ്ടി തെറ്റുകയോ പൈസക്ക് വേണ്ടി പിണങ്ങുകയോ ചെയ്യുന്നത് സജ്ജനങ്ങളുടെ രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കിട്ടിയത് പോരാ എന്ന് പറയുകയും വിവാഹത്തിൻ്റെ പേരിൽ സ്ത്രീധനം ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്നത്, വീട് പണി നടക്കുമ്പോഴോ വീട്ടിലെന്തെങ്കിലും മാമൂലുകൾ നടക്കുമ്പോഴോ കൊണ്ടുവന്നത് മതിയായില്ല എന്ന് പറയുന്നത്, ഇത് ദുന്യാവിനോടുള്ള ആർത്തിയാണ്, അലച്ചയാണ്, സ്വാലിഹീങ്ങളുടെ അടയാളമേ അല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളതല്ല. ഇത് പോരെന്നോ ഇത് മതിയായില്ലെന്നോ എന്ന് പറയുന്നത് അതല്ലേ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ സന്തോഷിക്കുക വേണ്ടത്, പിന്നെ അവിടെ അടിയുണ്ടാവുക, പിന്നെ പിണങ്ങലാണ്, പിന്നെ തെറ്റലാണ്, പിന്നെ മിണ്ടാതെ ആവലാണ്. ഇഷ്ടംപോലെ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിട്ടേ വലിയ ഫംഗ്ഷൻ നടത്തിയിട്ട് പിന്നെ പിണങ്ങ. നമ്മൾ പറയും ഗൾഫിലൊക്കെ ഉണ്ട്, അറബി പല നാട്ടിൽ നിന്ന് വന്ന മനുഷ്യന്മാരുണ്ടാവുമല്ലോ, പല ഫാമിലികളും. അധികം അവിടെയുള്ള ഈ വൈറ്റ് അറബ്സ് വലിയ ഫുഡും ചുട്ടതും കരിച്ചതൊക്കെ ഉണ്ടാക്കാൻ കൊണ്ടുവന്ന് സൂപ്പറൊക്കെ വിരിച്ച് 2 മണിക്കൂറൊക്കെ ഇരുന്ന് അവസാനം ഒരു തല്ലി പിരിയല. ഈ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ സന്തോഷിച്ച് എണീറ്റ് പോകുന്നവർ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ട് വലിയൊരു കുടുംബ സംഘമായിരിക്കും, അതങ്ങ് പിരിയും, അടിച്ചു പിരിയും. എന്ന പോലെ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു കൊണ്ടതിൻ്റെ ക്വാളിറ്റി മതിയായില്ല, അതിൻ്റെ ബ്രാൻഡ് മതിയായില്ല, അത് ഇത്രയല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ആരങ്ങോട്ട് പ്രതീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത്? തഅ്ബു സ്വാലിഹീൻ.